ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് പച്ചയൊക്കെ ഇട്ട് ഇതിനെ എല്ലാ ഡ്രസ്സൊക്കെ കഴിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, മോനെ സ്കൂളിലൊന്നും ചേർത്തിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങോട്ടേക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടൻ്റെ മോന് LKG-യിലാണ്. അപ്പോൾ അവൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, അവിടെ ആർട്സ് നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ അതിന് തലേ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം അവൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പോവാണ് കേട്ടോ, മുത്തച്ഛനൊപ്പം പോവുകയാണ്. അങ്ങനെ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവൻ്റെ സ്കൂളിലേക്ക് പോകുന്നത്. പുറത്തുനിന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പം കാണുന്നതല്ലാണ്, അല്ലാണ്ട് ഇതിലായിട്ടും WMOയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെയാണ് അവൻ പഠിക്കുന്നത്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണും മുത്തച്ഛിയും നമ്മളെല്ലാവരും കൂട്ടിയിട്ട് നടന്നു പോവാണ്. അപ്പം ഇക്ക വന്നിട്ടില്ല കേട്ടോ, ആൾ നേരെ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴിക്കിൽ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് തരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലെന്തായാലും വെറുതെ ഇരിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാനും കൂടി വരാമെന്ന്. കാരണം എന്നാൽ പിന്നെ ചടഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറിക്കിട്ടില്ലോ. കുറേ ദിവസം ഒരു മാസത്തോളം അല്ലെങ്കിൽ 24 മണിക്കൂർ നമ്മൾ പറഞ്ഞുള്ളിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു മടുപ്പായിരിക്കും. ആ മടുപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം ഇവരിപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും കൈയൊക്കെ പിടിച്ച് ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ആദ്യം വിചാരിച്ചത് കയറുന്ന താഴെ തന്നെ ആയിരിക്കും, ഡൗൺ ഫ്ലോർ തന്നെ ആയിരിക്കും പ്രോഗ്രാം നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ ടെറസിലായിരുന്നു കേട്ടോ. അങ്ങനെ 3ാമത്തെ നിലയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുൾ മലകളും അതുപോലെ തന്നെ കുറേ കടകളും കുന്നും ഇതൊക്കെ ആയിട്ട് നല്ല ഒരു വ്യൂ പോയിൻ്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ വരുന്ന ഇച്ചുവിനും കുഞ്ഞിപ്പെണ്ണിനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തിന്നാൻ പഴവും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തകൃതമായിട്ട് ചെറിയ കുട്ടികളുടെ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാരണം ചെറിയ മക്കളുടെ പരിപാടി കാണാനും പിന്നെ അത് കാണാൻ വേണ്ടി പോകാനൊക്കെ നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു പോളിസിയാണ് കേട്ടോ. എനിക്ക് കാണാനും ഭയങ്കര ഇഷ്ടമാണ്, അതിന് വേണ്ടിയിട്ട് പോകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവരുടെ സംസാരമാണെങ്കിലും അവരുടെ പ്രോഗ്രാംസൊക്കെ കാണാനും പിന്നെ അതൊക്കെ വീഡിയോ എടുത്തു വെക്കാനും ഒക്കെ ഒരു പിന്നീട് വരുന്നൊരു നൊസ്റ്റോ ആയിരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ മക്കളുടെ പരിപാടി നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഇവിടെ കുറേ പാരൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ളും ലേഡീസ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, ജെൻസ് ഇല്ലായിരുന്നു. അമ്മമാർ തന്നെയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഗ്രാൻഡ് മദേഴ്സ് വലിയമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേരക്കുട്ടികളുടെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളും നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ അടുക്ക് മോനോസിനെയൊക്കെ വിളിച്ചിട്ട്, അപ്പോൾ കുഞ്ഞിപ്പെണ്ണ അധികം ഓൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മളെ അടുത്ത് നിന്ന് എണീറ്റിട്ട് മോനോസിൻ്റെ അടുത്ത് പോയി തിരിക്കുകയായിരുന്നു ആളെ. അപ്പം മുത്തിച്ചത് അവനെ കൊണ്ടുവന്ന് സ്റ്റോറി പറയിപ്പിക്കുകയാണ് കേട്ടോ. ആൾക്ക് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ പറയിപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ പേടിയും കൊണ്ട് മറന്നു പോകുമല്ലോ. അപ്പോൾ അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഒന്നും കൂടി പറയിപ്പിക്കുന്നുണ്ട്. ഓൻ്റെ ടേൺ എത്താനായിട്ടോ, ഒരു കുട്ടിയും കൂടിയും കഴിഞ്ഞാൽ അടുത്തത് മോനോസാണ് കേട്ടോ. കാരണം അപ്പോൾ ഓൻ്റെ ആ സ്റ്റോറി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ ഇതൊക്കെ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചാനലിൽ. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മൾ മുംബൈയിൽ പോകുന്നതിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തതിന് പിന്നെ ഇച്ചു അതിൻ്റെ വോയിസ് ഓവറൊക്കെ കട്ടാക്കി കേട്ടോ. അപ്പോൾ ഇതാണ് മോനോൻ്റെ പരിപാടി. പിന്നെ മാഷാഅല്ലാഹ് മോനോൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ നല്ലോണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം അവൻ പറയുന്നത് കേട്ടപ്പോഴും അതുപോലെ തന്നെ പ്രൈസ് ഹാൻഡ് ഓവറൊക്കെ ചെയ്ത സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇതാക്കി പിന്നെ എനിക്ക് സെലക്ഷനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി കലോത്സവത്തിനേക്കാൾ പോകുന്നുണ്ട്. അപ്പോൾ 2ാം തീയതിയാണ് കേട്ടോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അവർ പോവുകയാണെങ്കിൽ വീഡിയോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടേണ്ട കേട്ടോ. അങ്ങനെ ഈ ഞാൻ പറഞ്ഞല്ലോ ടോപ്പ് എന്നുള്ള വ്യൂ ആണിത്. കുന്നും മലയൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. താഴോട്ടേക്ക് ഭയങ്കര ഒരു ആഴത്തിലുള്ളതാണ് കേട്ടോ. കുറേ ഫില്ലറും കാര്യങ്ങളൊക്കെ വാർത്തിട്ടുണ്ടാക്കിയ
സ്കൂളിൽ നിന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അത്രത്തോളം താഴ്ച ഉണ്ടായിരുന്നു കേട്ടോ താഴോട്ടേക്ക് നോക്കുമ്പോൾ. പിന്നെ ഇതാട്ടോ മോനസിന് പ്രൈസ് കിട്ടിയിട്ടുള്ള വീഡിയോ. അങ്ങനെ പ്രൈസും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പം ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. കാരണം മക്കൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സമ്മാനം കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ മോനുവിൻ്റെ ബാഗും കിറ്റൊക്കെ എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ക്ലാസ് റൂമിൽ കയറിയപ്പോഴാണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ മക്കൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഫുള്ളും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫുൾ പച്ചപ്പും, അതുപോലെ തന്നെ ഡോറ ബുജീൻ്റെ ഫോട്ടോസ് ഉണ്ട്, പിന്നെ കുറേ ടെഡ്ഡി ബിയേഴ്സ് ഇല്ലേ, അപ്പോൾ അതിൻ്റെത് ബട്ടർഫ്ലൈസിന്, പിന്നെ ആൽഫബറ്റ്സ് ABCD ഫുള്ളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ എന്തായാലും മക്കൾക്ക് തോന്നും കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിലും ഭയങ്കരമായിട്ട് സ്ട്രെസ്സൊന്നും ചെയ്യിപ്പിക്കില്ല. ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഇപ്പോൾ ഏത് സ്കൂളിലാണെങ്കിലും മക്കളെ പരിപാടി ആണെങ്കിലും മക്കളെ പഠിപ്പിക്കുന്നതൊക്കെ ആണെങ്കിലൊക്കെ ഫുള്ള് നമുക്ക് പാരൻസിന് അയച്ചു തരും. അപ്പോൾ മോനുവിൻ്റെ ഈ ഒരു ഫോട്ടോസ് സ്റ്റോറി പറഞ്ഞിട്ടുള്ളതിൻ്റെ സെപ്പറേറ്റ് വീഡിയോയും അതുപോലെ തന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ടോ. ഇതൊക്കെ അവർ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടും. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം പിന്നെ 3 പേർക്ക് ഞാൻ കോലുമുട്ടായൊക്കെ കൊടുത്തിട്ട് അടക്കിയിരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവർക്കൊക്കെ ഹോട്ടലിനുള്ളിലേക്ക് കയറേണ്ടി വരും. അപ്പോൾ അതിനെ സമ്മതിക്കാണ്ട് സോപ്പിട്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് ഞാൻ വരുന്ന സമയത്ത് ഇച്ചിരി ഒരു ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ട്രിപ്പ് പോകുമ്പം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇനി കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വീട്ടിലെത്തി മക്കളെയൊക്കെ ഉറക്കി കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.